Good afternoon to all. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. Good afternoon to all. Then how are you all in the condition? Sugana. Good afternoon, ma'am. സുഖാണ്. Good afternoon, ma'am. എങ്ങനെയാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ പോർഷൻസ് എല്ലാം നോക്കിയിരുന്ന എല്ലാവരും മനസ്സിലായോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണ്. ഓക്കെ. ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നു ഓക്കെ ആണോ? സാറ്റിസ്ഫൈഡ് ആണോ എല്ലാവരും? Yes, ma'am. ഓക്കെ. നല്ല എന്തൊക്കെയോ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ക്ലാസ്സില്. കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ആണോ? ഗ്രൂപ്പ് റിലേറ്റ് ചെയ്യുന്നതിന്റെ ഡൗട്ട്സ് ആണോ? അതെ മാം. ഓക്കെ ആയോ? തെറ്റായോ? ഇതുവരെ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഇതുവരെ എന്നെ ചെയ്യാൻ പറഞ്ഞതാ. ഓക്കെ. അപ്പൊ എല്ലാവരും ആക്റ്റീവ് ആണല്ലോ. ക്ലാസ് കേൾക്കാൻ റെഡി അല്ലേ? പഠിക്കാൻ റെഡി അല്ലേ? Yes, ma'am. കഴിഞ്ഞ ക്ലാസ് കേട്ട് ബോറടിച്ചോ? ക്ലാസ് ഇതുവരെ കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ക്ലാസ് എന്റെ ഫസ്റ്റ് ടൈം ആണ്. ഞങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ടീച്ചറിന്റെ ക്ലാസ് ബോറിംഗ് ആണ് എന്നല്ല ഉദ്ദേശിച്ച് പിന്നെ ടൈറ്റായിട്ടിരിക്കുകയാണോ എന്നാണ്. ഓക്കെ, ചിന്തിക്കാൻ പറ്റോ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ മാം? ക്ലാസ്സിന് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയർ ആവുന്നില്ല. ഒന്നുകൂടെ ഒന്ന് മാം പറയാൻ പറ്റുമോ? ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ആ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് പറഞ്ഞാലും മതിയായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ വയ്യ എന്തോന്നുള്ളതേ. ഓക്കെ, ഞാനിപ്പോ പറയാം. പക്ഷെ ഇനി അങ്ങനെ ചോദിക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം റെക്കോ ക്ലാസ് കാണുന്നവർക്ക് അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞാൽ മതി മാം. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ മാം തുടങ്ങിയോ, ബാക്കി പിന്നെ നമുക്ക് ചോദ്യം ചോദിച്ചാൽ മതിയല്ലോ. ഡിസ്കസ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് ആണ്. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ ചെയ്യുമ്പോൾ എന്താണ് ഫ്രണ്ട് ഓഫീസ് എന്താണെന്ന് അറിയാലോ? റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്. അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഒക്കെയാണ്. അപ്പൊ അവരെന്താണ് അവിടെ ചെയ്യുന്നത്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്. പിന്നെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ എന്താണ് മെയിൻ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ന് പറയാം അല്ലെ? എല്ലാവരും ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സ് ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെയാണ്. കാരണം എന്താണ് അവരുടെ ഏറ്റവും അവർ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ്സ് ആ ഹോസ്പിറ്റലിനെ മൊത്തം ബാധിക്കും അല്ലെ? കാരണം ആ ഫ്രണ്ട് ഓഫീസിന്റെ ബിഹേവിയർ ആണെങ്കിൽ അവര് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമാണ് നമുക്കത് ഹോസ്പിറ്റലിൽ നമുക്ക് പോവാൻ തന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ് അത് മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ നെഗറ്റീവ് ആയിട്ട് വരും. അതുകൊണ്ട് അവർ ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടും അവരെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരുപാട് സീരിയസ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. നമ്മൾ നോർമൽ കാണുന്നതും നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരുടെ സംസാരിക്കുന്നതും അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയ ചാപ്റ്റർ ആണ്. കുറച്ച് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചൊരു ചാപ്റ്റർ കൂടെയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്ത പോർഷനിലേക്ക് പോവാം. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് മാത്രം കണ്ടിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഏതാണ്? വാട്ട് ഈസ് CRM? CRM ആണ്. CRM എന്താണ്? വാട്ട് ഈസ് CRM? CRM stands for Customer Relationship Management. അല്ലെ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഷോർട്ട് ഫോം ആണ് CRM എന്ന് പറയുന്നത്. As the name indicates, CRM software is a system for managing relationships with customers. Customers ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താ CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, then what is healthcare? It's CRM. CRM അറിയാലോ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. അത് സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കസ്റ്റമർ റിലേഷൻഷിപ്പിന് മാനേജ് ചെയ്യാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ ഹെൽത്ത് കെയറിൽ CRM എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. Healthcare customer relationship management can manage a complete database on patients that are recorded securely and cannot be accessed by third parties. അതായത് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡാറ്റാസും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ്സും എല്ലാം സൂക്ഷിക്കുന്ന മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതൊരിക്കലും നമുക്ക് തേർഡ് പാർട്ടീസ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്ന മാനേജ് ചെയ്യുന്ന എന്താണ് മാനേജ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ ഡാറ്റാസും അവരുമായി ബന്ധപ്പെട്ട കുറച്ച് റെക്കോർഡ്സും എല്ലാം സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. ഒരിക്കലും തേർഡ് പാർട്ടീസ് വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. cannot be accessed by third parties. The CRM medical software can easily provide the information required to the patients through text, phone calls, or email from anywhere at any time. ഈ സിസ്റ്റത്തിന് ഈ സോഫ്റ്റ്വെയറിന് നമുക്ക് ഇൻഫർമേഷൻസ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് ടെക്സ്റ്റ് ത്രൂവോ അല്ലെങ്കിൽ ഫോൺ കോൾസ് വഴിയോ ഇമെയിൽസ് വഴിയോ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെച്ചിട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു പേഷ്യൻസിന്റെ ഡാറ്റാസ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു സിസ്റ്റം ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. ഈ CRM സോഫ്റ്റ്വെയറിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഫർമേഷൻസ് നമുക്ക് പേഷ്യൻസ് ഇൻഫർമേഷൻസ് കൊടുക്കണമല്ലോ അല്ലെ? ഇവർക്ക് അറിയണമെങ്കിൽ അത് കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോ ഇൻഫർമേഷൻസ് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും anywhere or anytime we can software can provide information to patients through text, calls or emails. Email vadiyo, calls vadiyo or messages vadiyo informations patients na software through providing cheyan pattum. Furthermore, this information can also be used by hospitals to keep them informed or personalized care as a type of marketing measure. CRM in healthcare not only stores patients' contact information, but it also gives a comprehensive overview of your medical history, appointments, and prescriptions. അതായത് നമുക്ക് ഈ സോഫ്റ്റ്വെയറിനെ പേഷ്യൻസിന്റെ സ്റ്റോഴ്സ് എന്താണ് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കോൺടാക്ട് ഇൻഫർമേഷൻസ് മാത്രമല്ല സേവ് ചെയ്യുന്നത്. ബാക്കി എന്തൊക്കെയാണ്? ഓവർവ്യൂ അല്ലെ, കോംപ്രിഹെൻസീവ് ഓവർവ്യൂ, സമഗ്രമായ കുറച്ച് ഡീറ്റെയിൽസ്. ഏതൊക്കെയാണ്? മെഡിക്കൽ ഹിസ്റ്ററീസ് ആണെങ്കിലും അപ്പോയിന്റ്മെന്റ്സിനെ കുറിച്ചാണെങ്കിലും പ്രിസ്ക്രിപ്ഷനെ കുറിച്ചാണെങ്കിലും ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ സൂക്ഷിക്കപ്പെടുന്നതാണ്. മനസ്സിലായോ? അപ്പൊ കോൺടാക്ട് ഇൻഫർമേഷൻസ് മാത്രമല്ല പേഷ്യൻസിന്റെ എല്ലാ ഓവർവ്യൂസും നമുക്ക് ഈ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ കീപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിംഗിന് വേണ്ടിയോ മാർക്കറ്റിംഗ് മെഷീൻസിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് കെയർസിന് വേണ്ടിയൊക്കെ ഇത് ഹോസ്പിറ്റൽസ് സൂക്ഷിക്കുന്നതാണ് കേട്ടോ. As well in short, the availability of medical CRM helps the healthcare industry to offer instant service solutions and improve our performance of the hospital. ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ CRM എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ CRM എന്ന് പറയുന്നത് ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒരു പാർട്ടാണ്, ഇമ്പോർട്ടന്റ് റോളാണ്. അതിപ്പോ ഓഫർ ചെയ്യുന്നത് ഇൻസ്റ്റന്റ് സർവീസ് ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ആയിക്കോട്ടെ, ഇംപ്രൂവ് ഓവറോൾ പെർഫോമൻസ് എല്ലാം ഇതെന്താണ് ഓഫർ ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് CRM എന്ന് പറയുമ്പോൾ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ CRM എന്തൊക്കെയാ ചെയ്യുന്നത്? CRM എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് അതിന്റെ ഫുൾ ഫോം. അതെന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ചെയ്യുന്നത്? അതെന്താണ് ചെയ്യുന്നത് വെച്ചാല് ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന്റെ ഡാറ്റാസും കോൺടാക്ട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതർ മെഡിക്കൽ ഹിസ്റ്ററീസ്, ഒരു പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ്, അവരെപ്പോഴാണ് അപ്പോയിന്റ്മെന്റ്സ് എടുത്തത്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ പ്രിസ്ക്രിപ്ഷൻസ് ആണ് കൊടുത്തത്, ഇതെല്ലാം ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് CRM മെഡിക്കൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമുക്ക്
പിന്നീടാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഒരു രോഗിയെ കുറിച്ച് എന്തെങ്കിലും പേഷ്യൻസിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും ചെന്നാൽ എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും എവിടെ വെച്ചോ നമുക്കിത് കോണ്ടാക്ട് ചെയ്താൽ അവർക്ക് നമുക്ക് മെസ്സേജ് ത്രൂവോ ഇമെയിൽ ത്രൂവോ അല്ലെങ്കിൽ കോൾസ് വഴിയോ ഒക്കെ നമുക്ക് അവർ അറിയിച്ചുതരും, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം സാധിക്കുന്നത് ഈ CRM സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഇത് മൊത്തത്തിൽ പറയാൻ ടോട്ടലി പറയുകയാണെങ്കിൽ CRM ഹോസ്പിറ്റലിൽ തന്നെ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ തന്നെ കുറച്ചുകൂടെ പെട്ടെന്നുള്ള സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സൊല്യൂഷൻസ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഈ CRM എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായോ? എപ്പോഴും പഠിക്കുമ്പോൾ ഷോർട്ട് ആയിട്ട് പഠിക്കാം. ഒരുപാട് സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഈ ഫുൾ ഫോം പറയുമ്പോ ഒന്ന് എഴുതി വിട്ടാൽ കുറച്ച് നന്നായി. നിങ്ങൾ പറയുന്നത് ശരിക്കും ക്ലിയർ ആയിട്ട് വരുന്നില്ല. CRMന്റെ ഫുൾ ഫോം അത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. എന്തെന്നാന്നുള്ളതിന് ഫുൾ നെയിം അതൊന്ന് സ്ക്രീനിൽ എഴുതി വിടുന്നാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ഓക്കെ, സോ CRM എന്ന് പറയും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നോക്കി കാണുന്നുണ്ടോ? CRM സ്റ്റാൻഡ്സ് ഫോർ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അങ്ങനെ എന്തെന്ന് പഠിക്കണം കേട്ടോ. കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്യാനും ആ റിലേഷൻ കീപ്പ് ചെയ്യാനും വേണ്ടി സൂക്ഷിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ചെയ്യാതെ. പഠിക്കുമ്പോൾ ഷോർട്ട് ആക്കി പഠിക്കാൻ നോക്കാം. സെന്റൻസുകളെല്ലാം നന്നായിട്ട് വായിക്കാൻ നോക്കാം. അങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിലെ മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ ആയിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് ടെക്നിക്ക് മനസ്സിലായാലോ? ഓരോ സെന്റൻസും നന്നായിട്ട് വായിച്ചു നോക്കാം. അതിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എല്ലാ മോക്ക് ടെസ്റ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് സെന്റൻസ് വൈസ് ആണെങ്കിൽ നന്നായിട്ട് വായിച്ചു നോക്കാം. പിന്നെ മീനിങ് ഞാൻ പറഞ്ഞു, ഒരു പാരഗ്രാഫിലായിരിക്കും മീനിങ് ഇരിക്കുക. എപ്പോഴും ഷോർട്ട് ആക്കി പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനി നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. CRMന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ തന്നെയാണ്, അത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതുന്നത് മാത്രം. Comprehensive patient management software can do all the tasks in relationship with managing appointments. ഇവിടെ comprehensive patient management software എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന CRM സോഫ്റ്റ്വെയർ തന്നെയാണ് കേട്ടോ. അവിടെ കസ്റ്റമർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ പേഷ്യന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പേഷ്യന്റ് കസ്റ്റമർ ആസ് എ ഹോസ്പിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ഡൗട്ട്സ് അറിയാൻ ആവശ്യമില്ല. അപ്പൊ ഈ സോഫ്റ്റ്വെയർ എന്താ ചെയ്യാം? സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിംഗ് അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്നതാ പറയുന്നത്. ഓക്കെ, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്താ ഈ പറയുന്ന CRM എന്ന് പറയുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് മാനേജ് ചെയ്യാൻ പറ്റും. അതൊരു ഫസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. എന്ന് വെച്ചാൽ a hospital or private practice has many departments that must work in agreement to provide the best patient experience. അതിപ്പോ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മീൻസ് ക്ലിനിക്ക് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽസ് ഉണ്ട്, നമുക്ക് അല്ലാണ്ട് ക്ലിനിക്കൽ ഉണ്ടല്ലോ, ക്ലിനിക്സ് ഉണ്ട്. അപ്പൊ ഇവർക്കാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും എന്താണ് ഹാസ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് മ്യൂട്ട് ചെയ്യാം കേട്ടോ. പ്ലീസ് മ്യൂട്ട് യുവർസെൽഫ്. അപ്പൊ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ആയിക്കോട്ടെ അവർക്ക് എന്താണ് ഹാസ് മെനി ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാം ഒരുപാട് കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ ഇതെല്ലാം ഒരു എഗ്രിമെന്റ് ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. മസ്റ്റ് വർക്ക് ഇൻ എഗ്രിമെന്റ്. എന്താണ് എഗ്രിമെന്റ്? എന്നാണ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പേഷ്യൻസ് നമ്മൾ കെയർ ചെയ്യണം, അവർക്ക് നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കണം. അതാണ് എന്താ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതർ ക്ലിനിക്സ് ആയിക്കോട്ടെ അവരുടെയൊക്കെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സോ അതൊരു അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ഒരു അഡ്വാൻറ്റേജ് ആണ്. The third one, CRM system can also collect and organize reports that will be beneficial in the healthcare organization. CRM systemത്തിന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അല്ലെ. Can also collect, organize, കളക്ട് ചെയ്യാനും ശേഖരിക്കാനും ഓർഗനൈസ് ചെയ്യാനും സംഘടിപ്പിക്കാനും. ഓർഗനൈസ് മീൻസ് എന്താ പറയാ,
കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് റിപ്പോർട്ട്സിനെ നമുക്ക് കീപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റം ആണ് ഇത് CRM എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്സിനെ ഓർഗനൈസ് ചെയ്യാനും കളക്ട് ചെയ്യാനും ഈ CRM സിസ്റ്റത്തിൽ പറ്റും. ഓക്കെ, അത് these reports can be regarding patient records or complaints, referrals or internal issues like medical equipment malfunction. അതെന്തൊക്കെയായിരിക്കാം? ഇപ്പോ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഓർഗനൈസ് ചെയ്യാൻ റിപ്പോർട്ട്സ് ഓർഗനൈസ് ചെയ്യാനും കളക്ട് ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഈ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്? കംപ്ലൈന്റ്സ് ആകാം, അല്ലെങ്കിൽ റെഫറൻസ് ആകാം, ഇന്റർണൽ ഇഷ്യൂസ് ആകാം, ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് മാൽഫങ്ഷനിങ്, എന്തെങ്കിലും മിസ്റ്റേക്സ്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടല്ലോ, അതിന് എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാനും എന്താണ് റിപ്പോർട്ട്, ഇതിന്റെയൊക്കെ റിപ്പോർട്ട്സ് ആയിരിക്കും എന്താ ഈ പറയുന്ന കളക്ട് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത് എന്ത് CRM സിസ്റ്റം. ഓക്കെ, ക്ലിയർ? അപ്പോൾ CRM സിസ്റ്റം ക്യാൻ ഓൾസോ കളക്ട് ആൻഡ് ഓർഗനൈസ് ദ റിപ്പോർട്ട്സ്. ഏതൊക്കെ റിപ്പോർട്ട്സ് ആണ്? കംപ്ലൈന്റ്സ് ആകട്ടെ, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് ആകട്ടെ, അതിന്റെ റെഫറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റ്സിന് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സോ ഉണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്സ്, ഇതൊക്കെയാണ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താ സൂക്ഷിക്കുന്നത്? അതെല്ലാം കളക്ട് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന CRM സിസ്റ്റം ആണ്. അതാണ് തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് save time and resources. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. Okay, each doctor and a nurse at your hospital or private practice can automate their calendars with the CRM software. CRM software വെച്ചിട്ട് നമുക്ക് അവരുടെ calendars, okay, calendars മേക്ക് ചെയ്യാൻ പറ്റും. ഇത് എന്തിനാണ്? നമുക്ക് ടൈം സേവ് ചെയ്യാം. നമുക്ക് അതിനുള്ള സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? അപ്പൊ അവരുടെ ഡോക്ടേഴ്സിന്റെയോ നഴ്സിന്റെയോ എന്താണ് കലണ്ടേഴ്സ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഇപ്പൊ പറയുന്ന എന്തെങ്കിലും പ്രോഗ്രാംസ് ഹോസ്പിറ്റൽ ഡ്യൂട്ടീസോ ഇതൊക്കെ ഈ CRM സോഫ്റ്റ്വെയർ വെച്ചിട്ട് കലണ്ടർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ നെക്സ്റ്റ് റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബിൽസ്. മെഡിക്കൽ ബിൽസിലെ എറേഴ്സ്, അല്ലെ, ടെസ്റ്റുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്സുകളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. The sixth one is improved communication. Communication improve ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? Email automation or SMS makes sure that timely response are sent to your patients inbox after they take actions in some way. അതായത് ഇമെയിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. പേഷ്യൻസിന്റെ എന്തെങ്കിലും ആക്ഷൻസ്, അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ, അല്ലെ, പെട്ടെന്ന് തന്നെ ടൈംലി നമുക്ക് അത് നമുക്ക് ആ ഒരു കോണ്ടാക്ട്സ് ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ SMS ത്രൂ നമുക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടെ ഇൻബോക്സിലേക്ക് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് അപ്പൊ കമ്മ്യൂണിക്കേഷൻ കുറച്ച് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് CRM എന്ന് പറയുന്നത്. നെക്സ്റ്റ്, CRM software will allow you to segment your patients based on their health issues, location, age, and gender. CRM software വെച്ചിട്ട് നമുക്ക് സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. ഓരോ പേഷ്യൻസ് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെയാണ്, അവരുടെ ഏത് ലൊക്കേഷൻസിലാണ്, അവരുടെ ഏജ്, ജെൻഡേഴ്സ്, ഇതെല്ലാം വെച്ചിട്ട് അവരെ ഓരോന്നിനെയും നമുക്ക് ഓരോ പേഷ്യൻസിനെയും നമുക്ക് എന്താണ് സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്മൾ കാറ്റഗറീസ്, അല്ലെ, കാറ്റഗറീസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? ഈ CRM software ആണ്. Then it also connects front office and back office functions. ഇത് എന്താണ്? ഫ്രണ്ട് ഓഫീസ് ആയിട്ടും ബാക്ക് ഓഫീസ് ആയിട്ടും കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. ക്ലിയർ ആയോ? അപ്പൊ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. Then ഈ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമ്മൾ എത്രയോ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. നല്ലൊരു എഗ്രിമെന്റ് ത്രൂ ആണ് എല്ലാ ഹോസ്പിറ്റലാണെങ്കിലും ക്ലിനിക്സ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ദെൻ CRM സിസ്റ്റം കളക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ, റിപ്പോർട്ട്സ്, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് ആയിക്കോട്ടെ, റിഫറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റർണൽ ഇഷ്യൂസ്,
then medical equipment malfunctioning or complaints. ഈ എല്ലാ റിപ്പോർട്ട്സും കളക്ട് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഈ CRM സിസ്റ്റം ആണ്. ആൻഡ് ഫോർത്ത് അഡ്വാൻറ്റേജ് ഈസ് സേവ് ടൈം ആൻഡ് റിസോഴ്സ്. അങ്ങനെ തന്നെ പഠിക്കാം. ടൈം സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? Doctors and nurses calendar. Nurses can automate their calendars with a CRM software വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ calendar create ചെയ്യാൻ പറ്റും. Then medical bills errors reduce ചെയ്യാൻ പറ്റും. Then communication improve ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു communication. അവർ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ എനി ടൈം വിതൗട്ട് എനി ലാഗിങ്, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ improve communication is one of the advantages. And the seventh one is the CRM software. പേഷ്യൻസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻസ്, ഏജ്, ജെൻഡേഴ്സ് ഒക്കെ വെച്ചിട്ട് സെഗ്മെന്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഓൾസോ കണക്ട് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ്. ഓക്കെ, അപ്പൊ എന്താണ് CRM എന്നും അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. കുറച്ചൊക്കെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടേ. വായിച്ചു നോക്കാം. ഇനി CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ ആണ് കാണുന്നത്. ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് സിസ്റ്റത്തിൽ വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഇത് അപ്പോയിന്റ്മെന്റ് ആണ്. ഇതൊരു സോഫ്റ്റ്വെയർ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ്. അപ്പൊ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നമുക്ക് സിസ്റ്റത്തിൽ വരാം. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ക്ലിയർ ആയോ? ഓക്കെ ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് വായിച്ചു നോക്കുന്നുണ്ടോ? ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാരും ടെക്സ്റ്റ് കിട്ടിയോ? ടെക്സ്റ്റ് കിട്ടിയായിരുന്നോ? ഇല്ല മാം, ടെസ്റ്റ് ചെയ്തില്ല. ആണോ? ഓക്കെ. സപ്പോസ് ഇങ്ങനെ എലിജ് ആവാണെങ്കിൽ നമുക്ക് PROs കോൺടാക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ പറയാം. ഓക്കെ മാം. ഓക്കെ ഓക്കെ, ഇപ്പൊ വായിച്ചു നോക്കണേ. ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പഠിച്ച ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഒന്ന് വായിച്ചത് നോക്കുകയാണ്. അല്ലെങ്കിൽ എവിടെ പഠിക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. ഇനി പഠിക്കുകയില്ല അല്ലെ, ക്ലാസ്സിൽ പഠിച്ച് പോവാം. അതിനെ കുറച്ച് വെച്ചാൽ അപ്പൊ നന്നായിട്ട് പോർഷൻസ് ഒക്കെ ഒന്ന് വായിക്കുക. ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫുള്ള് കാണാതെ പഠിക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് വായിച്ചു നോക്കാം. നിങ്ങൾ ഓരോ സെന്റൻസും വായിച്ചു നോക്കാം. ഇനി ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ ചോദിക്കാനാണെങ്കിൽ what is the full form of CRM? CRM stands for എന്താണ്? പറയൂ, ആൻസർ പറയൂ കേട്ടോ. CRM stands for Customer relationship management software. Yeah, customer relationship management. അതാണ് CRM എന്ന് പറയുന്നത്. Okay, then what can help your CRM manage? എന്താണ് CRM manage ചെയ്യുന്നത്? കോമൺ സെൻസ്, Customers data. ഡാറ്റ കളക്ഷൻ, പേഷ്യൻസിന്റെ Contact information. Medical പേഷ്യൻസിന്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കും. Yeah, patients in the database, the complete database of the patients, and including medical histories, appointments, and prescriptions. അതൊക്കെയാണ് എന്താ CRM മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ അഡ്വാൻറ്റേജിലേക്ക് വരാണെങ്കിൽ CRM സോഫ്റ്റ്വെയർ മെൻഷൻഡ് ഡോക്യുമെന്റ്. ഏത് ഡോക്യുമെന്റ് ആണ് മെൻഷൻ ചെയ്യുന്നത്? എന്താണ് CRM മെൻഷൻ ചെയ്യുന്നത്? എന്താണ് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ എന്നാ മിസ് മനസ്സിലായില്ല. ഇപ്പോ അഡ്വാൻറ്റേജിലൊക്കെ വരാണെങ്കിൽ ആ ചോദ്യം വേണ്ട, ചോദ്യം കുറച്ച് കൺഫ്യൂഷൻ ആണ് മനസ്സിലായി. ഓക്കെ, അപ്പോ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പോ CRM സോഫ്റ്റ്വെയർ യൂസ്ഡ് സെഗ്മെന്റിംഗ്. എന്താണ് സെഗ്മെന്റിംഗ്? പേഷ്യൻസിന് സെഗ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് CRM സോഫ്റ്റ്വെയർ? What is the CRM software used for segmenting
പേഷ്യൻസ് എങ്ങനെയാണ് എന്തിനു ബേസിലാണ് ഹെൽത്ത് ഇഷ്യൂസ്, ലൊക്കേഷൻ, ഏജ്, ജെൻഡർ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് സെഗ്മെന്റ് ചെയ്യുന്നത്. based on their health issues, location, age and gender. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സെഗ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ചോദിക്കുകയാണെങ്കിൽ CRM is also connect with action ആണെങ്കിൽ ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. front office and back office function. ക്ലിയർ ആയോ? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ നമുക്ക് നന്നായിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ കുറച്ച് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് അറിയാം, നിങ്ങൾ ഫുള്ള് ഇങ്ങനെ ബൈഹാർട്ടിരുന്ന് ഇങ്ങനെ കാണാതെ പഠിക്കാതെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിലാണ്, അപ്പൊ CRM എന്തൊക്കെയാണ് ചെയ്യുന്നത്, CRM ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ജസ്റ്റ് എന്തെങ്കിലും മനസ്സിലാക്കി നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ വായിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ എന്താണ് ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. ഓക്കെ, എപ്പോഴും സിമ്പിൾ ഒരു ട്രിക്കിലുള്ളതൊക്കെ പഠിക്കുക കേട്ടോ. അല്ലാതെ ഇങ്ങനെ കുറെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പഠിക്കുക, പിന്നെ ഒന്നിച്ച് പഠിക്കാൻ വെക്കരുത്, അന്നത്തെ പഠിച്ചു പോവാം. ഇപ്പൊ ഇന്നെടുത്ത പോർഷൻസ് ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അത് അതിന്റെ ഡൗട്ട്സോ അതിനൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതില് ഇപ്പൊ ക്ലാസ് എടുത്തപ്പോ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായവരുണ്ടാവും, ക്ലാസ്സിൽ കുറച്ചെങ്കിലും മനസ്സിലാവാത്തവരുണ്ടാവും. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോ മനസ്സിലാവാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുന്നവർ പഠിക്കും, മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ ക്ലിയർ ആവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ എല്ലാം കൂടെ കാണാതെ പഠിച്ച് വയ്ക്കുന്നത് മണ്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പണ്ടത്തെ പോലെ ഫോളോ ചെയ്യുന്നു, മനസ്സിലാക്കി പഠിക്കും. ഏറ്റവും ബെറ്റർ അതാണ്. ഓക്കെ, ഏതൊരു കാര്യത്തിനും ഒരു സിമ്പിൾ വേ ഉണ്ടാകും. ആ സിമ്പിൾ വേ കണ്ടുപിടിക്കുക, അത് ഫോളോ ചെയ്യും. ഓക്കെ, ക്ലാസ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓർഡിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഇല്ല മാം. എന്തോ ഇല്ല മാം. Okay, the next step. Vital functions of the front office. In the front office, the functions to identify and analyze customer needs and problems. Customers in the problems analyze the functions identify function front office the function. First function to identify തിരിച്ചറിയുകയും വേണം, അത് അനലൈസ് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്? കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും പ്രോബ്ലംസ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാ വേർഡ്സിന്റെയും പക്ക മലയാളം തന്നെ വേണോ? അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും ചെയ്യരുതട്ടോ. കാരണം ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ് കേട്ടോ, ഞാൻ ഇംഗ്ലീഷ് എടുക്കുന്നതാണ്. സോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ മലയാളീസ് പൊതുവെ ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. മലയാളം ഒത്തിരി യൂസ് ചെയ്യാറില്ല അല്ലെ? പല വേർഡ്സിന്റെയും മലയാളം കേട്ടാൽ നമ്മൾ പേടിക്കും, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മളത് ഉപയോഗിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം ഈ ഐഡന്റിഫൈ അനലൈസ് എന്നൊക്കെ പറയുന്നത് മലയാളം അറിയാം, പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞു ഒരുപാട് വേർഡ്സിന്റെ മലയാളം നമുക്ക് പൊതുവെ അറിയില്ല. അനലൈസ് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് മലയാളം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടില്ല കേട്ടോ. സത്യം പറയാം, എനിക്ക് കിട്ടില്ല. So maximum ഇങ്ങനെ തന്നെ പഠിക്കാം കേട്ടോ. To identify and analyze the customer needs and problem. Needs എന്താണെന്ന് അറിയാം, problem എന്താണെന്ന് അറിയാം, customer എന്താണെന്ന് അറിയാം, identify and analyze. എല്ലാ വേർഡ്സിന്റെയും മീനിങ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ? അപ്പൊ അങ്ങനെ തന്നെ പഠിക്കാം. എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എല്ലാം മലയാളത്തിൽ ഒരിക്കലും പഠിക്കരുത്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഇംഗ്ലീഷിലാണ്, അപ്പൊ മലയാളത്തിൽ പഠിക്കുമ്പോൾ ഒരു കുറച്ചുകൂടി കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ മാക്സിമം പറയാനും പഠിക്കാനും നോക്കാം. ഓക്കെ, അപ്പൊ
to identify and analyze customer needs and problems. Customers' needs and problems analyze and identify the character functions. Second one, recognize the most common reasons for customer complaints. Customer complaints in the common reasons എന്താണെന്ന് തിരിച്ചറിയുക. Okay, recognize ചെയ്യുക. Okay, just wait a second. Okay, അപ്പോൾ recognize ചെയ്യുക എന്താണ് കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റ്സിന്റെ കോമൺ റീസൺസ്. കസ്റ്റമർ കംപ്ലൈന്റ്സിന്റെ കോമൺ റീസൺസ് recognize ചെയ്യുക. അതും ഒരു ഫംഗ്ഷൻ കൂടിയാണ്. Discover techniques to cultivate and maintain special customer relationship. അതായത് സ്പെഷ്യൽ കസ്റ്റമർ discover techniques to cultivate and maintain. കണ്ടുപിടിക്കുക. discover നമ്മൾ കണ്ടുപിടിക്കാനാണ് കേട്ടോ. ടെക്നിക്സ് അല്ലെ. കുറച്ച് ടെക്നിക്സ് കണ്ടുപിടിക്കുക. എന്തിനാണ്? മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എന്ത് സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. കസ്റ്റമേഴ്സിന്റെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് കുറച്ച് കൾട്ടിവേറ്റ് ചെയ്യാനും ടെക്നിക്സ് കണ്ടുപിടിക്കുക. It's one of the functions of the front office. And next one, access your communication style and use two-way communication skills to level with the people, to accept feedback from them and to discuss problems. The communication styles, two-way communication skills improve ചെയ്യും. അതായത് ഓരോ വ്യക്തികളിൽ നിന്നും two-way communication അങ്ങോട്ട് സംസാരിക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് ആക്സെപ്റ്റ് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, accept and എന്തെങ്കിലും problems ഉണ്ടെങ്കിൽ അത് discuss ചെയ്യും. Okay, then identify specific problems in your customer service program and apply treatment. Identify specific problems customers in the customer service program in class clear ആവുന്നില്ല. Class okay ആണോ? Am I audible here? എല്ലാം clear ആണല്ലോ? ഓക്കെ, ഒന്ന് അവിടെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. ആർക്കെങ്കിലും വോയിസ് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുകൂടെ എന്താണ് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് ഫങ്ഷൻസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മെയിൻലി കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക എന്നതാണ് അല്ലെ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസും നീഡ്സും അവരുടെ ആവശ്യങ്ങളും പ്രോബ്ലംസും അറിയുക, അത് അനലൈസ് ചെയ്യുക. അതിനുശേഷം എന്താണ് അവരുടെ കംപ്ലൈൻസിന്റെ റീസൺസ് എന്താണെന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക. ദെൻ കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സുമായുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ ടു-വേ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറച്ചുകൂടി സംസാരിച്ചതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് എടുക്കുക. ദെൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യും. ദെൻ എന്താണ് അവർ സെയിം തന്നെയാണ് സ്പെസിഫിക് പ്രോബ്ലംസ് കസ്റ്റമർ സർവീസ് പ്രോഗ്രാംസിന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതും ഐഡന്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യും. ഇതൊക്കെയാണ് ഇന്ന് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ഓക്കെ ആണോ? കുറച്ചു പേർക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ടോ? ഒരു ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ചെന്നിരിക്കും. ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്. ഇപ്പൊ ഞാനൊരു സ്റ്റാഫാണെന്ന് വിചാരിക്കും. എന്റെ വർക്ക് ഫ്രണ്ട് ഓഫീസിലെ ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? കസ്റ്റമറെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. അപ്പൊ അവരായിട്ട് നമ്മൾ നന്നായിട്ട് ബിഹേവ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് അറിയുക, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒന്ന് കണ്ടുപിടിക്കുക. എന്തുകൊണ്ടാണ് ആ കംപ്ലൈന്റ് വന്നത്, അതിന്റെ റീസൺ ഒന്ന് കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആണ് കേട്ടോ. കസ്റ്റമേഴ്സ് അവിടെ നിന്ന് പറഞ്ഞിട്ടൊക്കെ പോകും, ചിലപ്പോൾ ദേഷ്യപ്പെടും അല്ലെ, അവർക്ക് ചൂടായിട്ടൊക്കെ പോകും, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുക, ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിലൂടെ എന്താ ചെയ്യേണ്ടത്? അവരുടെ കംപ്ലൈന്റ്സിന് റീസൺസ് കണ്ടുപിടിക്കാൻ നോക്കണം. അതുപോലെ അവരുടെ ആവശ്യങ്ങളും അവർ എന്താണ് അവർക്കുള്ള പ്രോബ്ലം, അവർക്ക് എന്താ പ്രോബ്ലംസ് ഉണ്ടായത് അത് കണ്ടുപിടിക്കുക. ദെൻ എന്തെങ്കിലും അവരോട് നന്നായിട്ട് സംസാരിച്ചതിന് ശേഷം ടു-വേ കമ്മ്യൂണിക്കേഷൻ അല്ലെ, രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ചതിന് ശേഷം
എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക, അത് ഡിസ്കസ് ചെയ്യുക, പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ ആ സർവീസ് അല്ലെ കസ്റ്റമർ സർവീസ് പ്രോഗ്രാംസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കുക, അതൊന്ന് എന്താണ് അപ്ലൈ ചെയ്യുക, ഒരു ട്രീറ്റ്മെന്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ട്രീറ്റ്മെന്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, സ്പെസിഫിക് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ അത് കണ്ടുപിടിക്കുകയും ചെയ്യുക, അതൊന്ന് സോൾവ് ചെയ്യുക. ഇതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. നമ്മളിങ്ങനെ ഒരുപാട് ആ സെന്റൻസ് വൈസ് ഇങ്ങനെ മീനിങ് ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവാട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് ചുമ്മാ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഡൗട്ട് ആണോ സംസാരിക്കാന്നാണോ? ഇനി ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റലിലെ ഫങ്ഷൻസ് സെയിം തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അവരെ തന്നെ ഡ്യൂട്ടീസിനെ കുറിച്ച് തന്നെയാണ്. കാരണം ഈ ചാപ്റ്റർ എന്താണ് ഫ്രണ്ട് ഓഫീസിന്റെ ആണല്ലേ, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് തന്നെയാണ് മെയിൻലി പറയുന്നത്. എന്തൊക്കെയാണ്? രജിസ്റ്റർ ചെയ്യുക. എന്താണ്? കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് ഇതൊക്കെ വരുമ്പോൾ ട്രീറ്റ്മെന്റിന് വരുമ്പോൾ അവരെ കൺസൾട്ടേഷനൊക്കെ രജിസ്റ്റർ ചെയ്യുക. ദെൻ ഗസ്റ്റ് അല്ലെ, രജിസ്റ്ററിംഗ് ഗസ്റ്റ്. രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The hospital needs to keep a complete register of a guest essential for other department as well. എന്തൊക്കെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിലും അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ്, പിന്നെ ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ അതേഴ്സ്, ഇതൊക്കെയെല്ലാം എന്താണ് ഇതൊക്കെ രജിസ്ട്രേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. അപ്പൊ രജിസ്ട്രേഷനിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? രജിസ്ട്രേഷൻ ആണ്. Then അതിൽ തന്നെയാണ് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. ഡാറ്റാസിന് വേണ്ടി എന്തൊക്കെയാണ് ഡാറ്റാസ് വേണ്ടത്? പേഷ്യൻസിന് ആണെങ്കിൽ പേഴ്സണൽ ഡാറ്റാസ് വേണം. പേഴ്സണൽ ഡാറ്റാസ് മീൻസ് അവരുടെ നെയിം ആയിക്കോട്ടെ, ഒരു അഡ്രസ്, ഫോൺ നമ്പേഴ്സ്, എല്ലാം ഡാറ്റാസ് വേണം. എന്തിനാ? രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, then information to the guest. ഇപ്പോ ഇൻഫർമേഷൻസ് കൊടുക്കണമല്ലോ. അപ്പോ താരിഫ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ക്ലബ്, അതർ പാക്കേജസ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറിയിലാണെങ്കിൽ ഡയഗ്നോസ്റ്റിക്കിലാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസിന്റെയും എമർജൻസീസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെയൊക്കെ ഇൻഫർമേഷൻസ് ഗസ്റ്റിന് പറഞ്ഞു കൊടുക്കണം അല്ലെ. ആ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത് ഫ്രണ്ട് ഓഫീസറാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതും ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതൊക്കെ എന്താണ്? ഫ്രണ്ട് ഓഫീസറാണ്. അപ്പൊ അവരെ ഫങ്ഷൻസ് ആണ് വരുന്നത്. ഇനി തേർഡ് ഫങ്ഷൻ എന്താണ്? ക്യാഷ് കളക്ട് ചെയ്യുക അല്ലെ. രജിസ്റ്റർ ചെയ്ത എമൗണ്ട്സും ഗസ്റ്റിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ആണെങ്കിലും അവർക്ക് വരുന്ന ബിൽസും ഇതെല്ലാം എന്താണ് കളക്ട് ചെയ്യുക. ഓക്കെ, ആ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിനൊക്കെ മുൻപ് തന്നെ കളക്ട് ചെയ്യുക. അതായത് ആ ഒരു ദിവസത്തെ ബില്ല് കളക്ട് ചെയ്യുക. അത് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ്. ഇനി എന്താണ്? ഇൻഫർമേഷൻസ്, എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇൻഫർമേഷൻസ് ആണെങ്കിൽ അവരെ എൻക്വയറീസ് എന്തെങ്കിലും വരുമ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. We consider it friendly and courteous, practice courtesy, say please, explain, do it patiently, accommodate to the other requires, allow criticism. അതായത് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുക. ആ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുക. അവര് ഒരു നമ്മള് പൊളൈറ്റ് ആയിട്ടല്ലേ സംസാരിക്കപ്പെടുന്നത്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. ഒരു പൊളൈറ്റ്നെസ്സും ആൻഡ് ഫ്രണ്ട്ലി ഒരു നേച്ചറും പേഷ്യന്റ് ആയിരിക്കണം. പേഷ്യൻസ് മീൻസ് ഇവിടെ പേഷ്യൻസ് എന്താണ്? ക്ഷമയാണ് കേട്ടോ. ക്ഷമ ഉണ്ടാകണം. അതുപോലെ അവരുടെ വ്യൂ പോയിന്റ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ക്രിറ്റിസിസം ആണെങ്കിലും അത് ക്രിറ്റിസിസം നമുക്ക് ഓക്കെ അവർ ക്രിറ്റിസൈസ് ചെയ്തോട്ടെ, അത് അലോ ചെയ്യുക, അത് സമ്മതിച്ചു കൊടുക്കുക, അത് കേട്ടിരിക്കുക. ഇതെല്ലാം എന്താണ്? ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. റിപ്പോർട്ട് മേക്കിംഗ്. സെൻസർ റിപ്പോർട്ട് ആണെങ്കിൽ മദർ റിപ്പോർട്ട്സ് ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, മേക്ക് ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. രജിസ്ട്രേഷൻ ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് ഗസ്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്, പിന്നെ ക്യാഷ് കളക്ട് ചെയ്യുക, പിന്നെ എന്താണ് ഇൻഫർമേഷൻസും എൻക്വയറീസ് ഹാൻഡിൽ ചെയ്യേണ്ടതും, റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, മേക്ക് ചെയ്യേണ്ടതും
ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് അധികം പോർഷൻസ് എടുത്ത പോർഷൻസ് എല്ലാം ക്ലിയർ ആയോ, മനസ്സിലായോ? സ്പീഡ് ഉണ്ടായിരുന്നോ? സ്പീഡ് ആയിരുന്നോ? ഇല്ല മനസ്സിലായി. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും സജഷൻസോ ഒപ്പീനിയൻസോ എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ച്? കംപ്ലൈന്റ്സ് ഉണ്ടോ? എന്തെങ്കിലും കംപ്ലൈന്റ് പറയാനുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാ, ഫസ്റ്റ് ക്ലാസ് മിസ്സിന്റെ. ക്ലിയർ ആയി മാം, വലിയ ഡൗട്ട് തോന്നിയില്ല. ചെറുതൊക്കെ ചെറിയ ഡൗട്ട് തോന്നിയാലും വലിയ കുഴപ്പമില്ല മാം. ചെറിയ മനസ്സിലാക്കി പറഞ്ഞു മാം, ഹലോ, നല്ല ക്ലിയർക്കി മനസ്സിലാക്കി തന്നു. നിർത്തി പറയണം. മാം ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അഡ്വാൻറ്റേജ് CRM-ന്റെ ഇല്ലേ, ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? CRM എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ സിസ്റ്റം ഉണ്ടാകുമല്ലോ, കമ്പ്യൂട്ടർ ഉണ്ടാകും. അതിലൊരു സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. അപ്പൊ ഈ CRM ചെയ്യുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ഡാറ്റ, അല്ലെ, പേഷ്യൻസിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അവർ ട്രീറ്റ്മെന്റ് എടുത്താൽ അവര് അപ്പോ എന്താണ്, അപ്പോ അവർക്ക് എന്താണ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാകും, അവരെ അസുഖത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ, അപ്പോ ആ മെഡിക്കൽ ഹിസ്റ്ററിയും പിന്നെ അവർ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തത്, അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്ന അന്ന് മുതൽ അവരുടെ എല്ലാ ഡാറ്റാസും ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാകും. അപ്പൊ ആ ഡാറ്റാസ് എല്ലാം സൂക്ഷിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ CRM എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടേഴ്സിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരിക്കും ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലെ? എപ്പോഴെങ്കിലും ആ പേഷ്യന്റിനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഇതെല്ലാം ഉണ്ടാകും. അത് എപ്പോഴാണെങ്കിലും anywhere at any time we can access the patient's information through CRM software. Okay, so CRM software ഉപയോഗിച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എവിടെ വെച്ചും എപ്പോ വേണമെങ്കിലും പേഷ്യൻസിന് ഇൻഫർമേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്രയും യൂസ്ഫുൾ ആയ ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. പിന്നെ അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഹെൽപ്ഫുൾ ആണ്. ഹെൽപ്ഫുൾ ആണ്, ഡോക്ടേഴ്സിനാണെങ്കിലും ഹെൽപ്ഫുൾ ആണ്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ എല്ലാം തന്നെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ റിപ്പോർട്ട്സ്, അല്ലെ, മെഡിക്കൽ എന്ത് തരം റിപ്പോർട്ട്സ് ആണെങ്കിലും, ഇപ്പോ പേഷ്യൻസിന്റെ റെക്വേഴ്സിനെ കുറിച്ചിട്ടോ റെക്വേഴ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കംപ്ലൈൻസ് ഉണ്ടെങ്കിലോ, പിന്നെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ കംപ്ലൈൻസോ റെഫറൻസോ അല്ലെങ്കിൽ അവരുടെ ഡാറ്റാസോ എന്തും ആയിക്കോട്ടെ അതെല്ലാം ഈ സിസ്റ്റത്തിലാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇന്റർനെറ്റ് ഇഷ്യൂസ് വന്നെന്ന് വിചാരിക്കും, ഇന്റർനെറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു, അഥവാ മെഡിക്കൽ എക്യുപ്മെന്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസ് വന്നാലും അത് ഈ സോഫ്റ്റ്വെയർ നമ്മളെ അപ്ഡേറ്റ് ചെയ്യും, നമ്മളെ അത് ഇൻഫോം ചെയ്യും. ആ റിപ്പോർട്ട്സ്, അല്ലെ, അപ്പൊ അതിന്റെ റിപ്പോർട്ട്സ് അടക്കം ഈ പറയുന്ന CRM സോഫ്റ്റ്വെയറിൽ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം സൂക്ഷിക്കുന്നത് ഈ CRM സോഫ്റ്റ്വെയറാണ്. ഓക്കെ, അതുപോലെ തന്നെ മെയിൻലി പേഷ്യൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ ഡോക്ടേഴ്സിന്റെ കാലണ്ടേഴ്സ്, അല്ലെ, അവരെ പ്രോഗ്രാംസ് ചാർട്ട് ചെയ്യാനും ഉള്ള ഇതെല്ലാം ചെയ്യുന്നത് ഈ CRM സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? CRM സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ പേഷ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെഗ്മെന്റൈസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? സോഫ്റ്റ്വെയർ തന്നെയാണ്. എങ്ങനെയാ ഹെൽത്ത് ഇഷ്യൂസും ലൊക്കേഷൻസും ഏജും ജെൻഡേഴ്സ് ഒക്കെ വെച്ചിട്ട് അവരെ സെഗ്മെന്റൈസ് ചെയ്യാൻ പറ്റും വിത്ത് CRM സോഫ്റ്റ്വെയർ, വിത്ത് ദ യൂസ് ഓഫ് CRM സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ CRM എന്താണെന്ന് മനസ്സിലായത്? സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടും അതിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി ഇത് വായിച്ചൊക്കെ നോക്കാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. എന്റെ ക്ലാസ്സും നിങ്ങൾക്ക് കുറച്ചുകൂടി വായിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മിസ്സേ, അതെ, നമ്മള് ഡോക്ടറെ കൺസൾട്ടിങ് ചെയ്യാൻ പോവില്ലേ, അവിടെ ഉള്ളിലൊരു സിസ്റ്റം ഉണ്ടാവില്ലേ, അതും ഈ സെയിം തന്നെയാണോ? കാരണം സിസ്റ്റം എല്ലാ സിസ്റ്റത്തിൽ ഉള്ളതാണ് ഈ സോഫ്റ്റ്വെയർ. അപ്പൊ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും, ഡോക്ടേഴ്സിനായിക്കോട്ടെ നേഴ്സിനായിക്കോട്ടെ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും കേട്ടോ.
ഓക്കെ, അപ്പോ കാരണം ഡോക്ടേഴ്സിന് അറിയണമല്ലോ പേഷ്യൻസിന്റെ എന്താണ് അവരുടെ കണ്ടീഷൻ, അല്ലെങ്കിൽ അവർക്ക് എന്താ അസുഖം എന്താണ്, അവരെന്താണ് വന്നത്, ഇതൊക്കെ എല്ലാ ഡാറ്റാസും ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവും. സോ എല്ലാവർക്കും ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഫ്രണ്ട് ഓഫീസും എല്ലാവരും കണക്റ്റഡ് ആണല്ലോ. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ഞാൻ പറഞ്ഞ ഫ്രണ്ട് ഓഫീസ് എന്താണ്, ഡോക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാവരും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ത്രൂ ആണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസ് ഇത് സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്, ഫ്രണ്ട് ഓഫീസിനെ കുറിച്ച് പഠിച്ചു, അവർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, CRM സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിച്ചു, അവരുടെ അഡ്വാൻറ്റേജസ് പഠിച്ചു, അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസ് എന്താണ്, കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, അത് സോൾവ് ചെയ്യുക, അതുപോലെ കംപ്ലൈൻസ് റീസൺസ് റെക്കഗ്നൈസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എടുക്കുക, അതൊക്കെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, then അവരുടെ സർവീസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുക, then അതിന്റെ പ്രോബ്ലംസ് എല്ലാം ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുക. അതൊക്കെയാണ് എന്താ ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വേറെ ഫംഗ്ഷൻസ് പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ, ഡാറ്റ ഇൻഫർമേഷൻസ് ടു ഗസ്റ്റ്, ടു ഗീവ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഇൻഫർമേഷൻസ് ഗസ്റ്റിനെ കൊടുക്കുന്നത് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് ആണ്. അതുപോലെ രജിസ്ട്രേഷൻ നിങ്ങളെല്ലാം ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. ക്യാഷ് കളക്ട് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക അല്ലെ, എംപ്ലോയീസിന്റെ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, റിപ്പോർട്ട് മേക്ക് ചെയ്യുന്നത് എന്താണ് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? ഇത്രയും ക്ലാസ് എടുത്ത് വരുമ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർ കുറച്ച് ടയർഡ് ആകുമല്ലോ, കുറേ നേരമായിട്ട് സംസാരിക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ബാക്കി ഡൗട്ട്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. ഇതുവരെയൊക്കെ ഓക്കെ അല്ലേ? അപ്പം ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് അടുത്ത പോർഷൻസ് ബേസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാകും, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പൊ ക്ലാസ്സിനെ കുറിച്ച് എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിൽ പോലും ക്ലാസ്സിൽ എന്നോട് പറയാം, നമുക്കത് കറക്റ്റ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ചോദിക്കുന്നത് ഈ പറയുന്ന ഇൻഫർമേഷൻസ് അല്ലെ, ഫംഗ്ഷൻസിന്റെ ഈ പറയുന്ന എല്ലാമാണ്, റെക്കോർഡ്സ്, അഡ്മിഷൻ, ഈ പറയുന്ന ഓരോ പോയിന്റ്സിനെയും കൂടെ ഡീറ്റെയിൽ ചെയ്ത് പറയാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. സോ നമുക്ക് മൈൻഡ് ഒക്കെ ചെയ്താലോ? ഓക്കെ ആണോ? ബോറടിച്ചോ നിങ്ങൾക്ക്? ബോറിംഗ് ആണോ ക്ലാസ്? ഫുൾ ടൈം ക്ലാസ് ആകുമ്പോൾ എന്താണ് ബോറടിക്കുന്നുണ്ടോ? ബോറിംഗ് ഒന്നുമില്ല മിസ്സേ, നല്ല ക്ലാസ്സാണ്. ഓക്കെ, നല്ല ക്ലാസ് ആണ്. ആണോ? നല്ല ക്ലാസ് ആണോ? നല്ല ക്ലാസ്സാ. പറയുന്നതാണോ? അല്ല അല്ല. ഓക്കെ, പിന്നെന്താണ്, വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പെട്ടെന്ന് കേച്ചിയെന്നുള്ള പ്രശ്നമേ ഉള്ളൂ, അങ്ങ് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇംഗ്ലീഷ് എങ്ങനെയാണ് നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇംഗ്ലീഷ് ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലാണ്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു പറയാനൊന്നും അറിയൂല. വായിച്ചാലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, മാം പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്കത് തിരിച്ചിട്ട് മാമിനോട് പറയേണ്ടത് മനസ്സിലാവുന്നില്ല. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാം. ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ? ഇംഗ്ലീഷ് ക്ലാസ് ഓക്കെ ആണോ? ക്ലാസ് കേട്ടിട്ടില്ല. കാരണം എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന. നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം. എന്നിട്ട് മീനിങ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു എസ്സേ, ഒരു പാരഗ്രാഫ് കഴിയുമ്പോഴാണ് മീനിങ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കിട്ടാം. സെൻസ് വൈസ് മീനിങ് കിട്ടുന്നത് കുറവായിരിക്കും. അത് പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കാം, ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും. ഓക്കെ, so it's time to wind up this class. Okay, thank you all. See you next class. Bye.